ഈ ചിരിയും കളിയൊക്കെ കണ്ടാൽ തോന്നും എക്സാമിന് പോകാനുള്ള ഇരിപ്പാണെന്ന്. യെസ് ഗൈസ്, 1 മന്ത് ആയിട്ട് എക്സാമിന്റെ പിന്നിലാണ്. അതുപോലെ തന്നെ ഈ ബ്ലോക്കിന്റെ ഇടയിൽ. അങ്ങനെ ശോഭയുടെ അടുത്ത് കട്ട ബ്ലോക്ക് കഴിഞ്ഞ് നമ്മൾ കേരളവർമ്മയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 5 എക്സാം ഇവിടെ തന്നെയായിരുന്നു. ബൈ ദ ബൈ, എക്സാം എന്ന് പറയുമ്പോൾ ഞാൻ ഇഗ്നോ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്, തേർഡ് ഇയർ ആയിട്ടോ. ഈശ്വര ജസ്റ്റ് പാസ് എങ്കിലും ആക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് എക്സാമുകൾ എവിടെയൊന്നും തപ്പാൻ വേണ്ടി പോയി. ഇതാണ് ഇഗ്നോയുടെ ഓഫീസ് കേട്ടോ. തൃശ്ശൂർ ഇഗ്നോയ്ക്ക് 3 സ്റ്റഡി സെന്റേഴ്സ് ആണുള്ളത്. ഇവിടെയാണ് എനിക്ക് ഏറ്റവും എളുപ്പമുള്ളത്. അങ്ങനെ ആ ലൊക്കേഷൻ നോക്കിയിട്ട് ലൈബ്രറി ഹാളിലാണെന്ന് മനസ്സിലാക്കി ഞാൻ അവിടെ എത്തി. ഇതുവരെ കഴിഞ്ഞ എക്സാംസ് എല്ലാം ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെ ഈ സൈഡിൽ ബാഗ് വെക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ബാഗൊക്കെ വെച്ചതിന് ശേഷം ഞാൻ മുകളിലേക്ക് കയറിപ്പോയി. ഇനി അവിടുന്ന് വീഡിയോ എടുക്കാൻ പാടില്ല, പണി കിട്ടും. അങ്ങനെ അവിടുന്ന് എക്സാമും കഴിഞ്ഞ് ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇംഗ്ലീഷിലും ഹിന്ദിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവുക. ടിക്കറ്റ് വെച്ചുള്ള അറിയണമെന്നല്ല കേട്ടോ, എന്നാലും വെറുതെ അങ്ങോട്ട് കാച്ച് തന്നെ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എൻ്റെ വയറിനൊരു ചെറിയ വിശപ്പ് പോലെ. അങ്ങനെ ഈ ഫോട്ടോയിൽ നോക്കി ഞാനൊരു ഹാഫ് ബിരിയാണി കഴിച്ചു. അവിടെ മുട്ടയൊക്കെ കിട്ടും കേട്ടോ. ഇനി ബസ് സ്റ്റോപ്പിലേക്ക് തിന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് 1 കിലോമീറ്റർ നടക്കാം. അങ്ങനെ നമ്മൾ പൂങ്കുന്നം ബസ് സ്റ്റോപ്പിലെത്തി. ഇവിടെ ഒരു അരമണിക്കൂർ പോസ്റ്റ് അടിക്കുമ്പോഴേക്കും അടുത്ത ബസ് വന്നു. തിരിച്ചു വരുന്ന സമയത്ത് തീരെ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഫോൺ പോയിട്ട് ശ്വാസം പോലും എടുക്കാൻ സാധിക്കാത്തതിനാൽ വീഡിയോ ഇല്ലായിരുന്നു.